എന്താണ് ഒരു ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്? ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വരുന്ന പ്രധാനപ്പെട്ട 3 ചികിത്സാ രീതികളാണ്. ഒന്ന് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ്, മറ്റൊന്ന് റീഇംബേഴ്സ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ്, മൂന്നാമത് വരുന്നതാണ് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്. ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് ആ പേര് പോലെ തന്നെ ഒരു ദിവസം കൊണ്ട് 24 മണിക്കൂർ അഡ്മിഷൻ ആവശ്യമില്ലാത്ത ഒരു ചികിത്സാ രീതിയാണ് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്. ഇത് ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ 2 ദിവസം ഒക്കെ കിടക്കേണ്ടി വരുന്ന കേസുകൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്തു പോരാവുന്ന തരം ഓപ്പറേഷൻ കേസുകളാണ് ഈ ഡേ കെയർ എന്ന് പറയുന്നത്. ഇത് കിട്ടണമെങ്കിൽ നമുക്ക് ആ പോളിസി എടുത്ത് മിക്കവാറും തന്നെ 2 വർഷത്തിന് ശേഷമാണ് മിക്കവാറും ഡേ കെയർ ട്രീറ്റ്മെൻറ്റുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡേ കെയർ ട്രീറ്റ്മെൻറ്റിൽ ഏകദേശം 100-ലധികം പ്രൊസീജിയേഴ്സ് ഇന്ന് ഡേ കെയർ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. 24 മണിക്കൂർ അഡ്മിഷൻ ആവശ്യമില്ല. ഉദാഹരണമായി പറഞ്ഞാൽ ഇപ്പോൾ കെട്രാക്റ്റ്, തിമിരത്തിൻ്റെ ഓപ്പറേഷൻ നമുക്ക് 24 മണിക്കൂർ അഡ്മിഷൻ ആവശ്യമില്ല, ചെയ്തു പോന്നാൽ നമുക്ക് അത് ക്ലെയിം ലഭിക്കുന്നതാണ്. ഇനി ക്യാൻസർ വന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കീമോതെറാപ്പി ചെയ്യുന്നു അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്യുന്നു. ഇനി അതല്ല കിഡ്നി രോഗിയാണെങ്കിൽ അവർക്ക് ഡയാലിസിസ് ചെയ്യുന്നു. അതുപോലെ ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചെറിയൊരു മുഴ വന്നു, ചിലപ്പോൾ കൊഴുപ്പ് ഡെപ്പോസിറ്റ് വന്നായിരിക്കാം. അതേപോലെ ചെറിയ ഓപ്പറേഷനുകളെല്ലാം തന്നെ ഈ ഡേ കെയറിലൂടെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അതിനുള്ള പേയ്മെൻറ്റ് നമുക്ക് കിട്ടും. ഒരു പക്ഷേ അതിൽ ചില സബ് ലിമിറ്റ് ഉണ്ടായിരിക്കാം. ചില പോളിസിയിൽ, എല്ലാ പോളിസിയിലും അല്ല പറയുന്നത്, ചില പോളിസിയിൽ ലിമിറ്റ് വരും. ഇപ്പോൾ കട്രാക്ട് ഓപ്പറേഷന് ചില പോളിസിയിൽ ഇത്ര ശതമാനമാണ് കിട്ടുക കണക്കുണ്ട്, അത് ഇത്ര രൂപയെ കിട്ടുന്ന കണക്കാണ്. അത് ഓരോ പോളിസിക്ക് അനുസരിച്ച്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ പോളിസി എടുത്ത് ഈ ക്ലെയിം എന്തിനുള്ള ക്ലെയിമെന്ന് ആദ്യം നമ്മൾ നോക്കുക. അത് 2 വർഷം വെയിറ്റിംഗ് പീരീഡ് ആവശ്യമുള്ളതാണെങ്കിൽ 2 വർഷം ശേഷം മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഇനി നിലവിൽ നിങ്ങൾ ഈ പോളിസി എടുക്കുന്ന സമയത്ത് ഈ രോഗം ഉണ്ടെങ്കിൽ 3 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 4 വർഷത്തിന് ശേഷമാണ് നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ക്ലെയിം നടപടികൾ എന്ന് പറയുന്നത് നമുക്ക് 2 തരം ചികിത്സ ഇതിലുണ്ട്. ക്യാഷ്ലെസ് ചികിത്സയുണ്ട്, റീഇംബേഴ്സ്മെൻറ്റ് ചികിത്സയുണ്ട്. ഇപ്പോൾ ഉദാഹരണം, നമുക്ക് ഒരു തിമിരത്തിൻ്റെ ഓപ്പറേഷൻ നമ്മൾ ഒരു ആശുപത്രിയിൽ പോകുന്നു. ആ ആശുപത്രി നമ്മൾ ആദ്യം പരിശോധിക്കുക, ഈ ഇൻഷുറൻസ് കമ്പനി ടൈപ്പുള്ള ആശുപത്രിയാണെന്ന് നോക്കുക. ആശുപത്രി ടൈപ്പുള്ളതാണെങ്കിൽ നമുക്കത് ക്യാഷ്ലെസ് നമുക്ക് കിട്ടും. അതിൽ ബാലൻസ് എന്തെങ്കിലും പൈസ നമ്മൾ കൊടുത്താൽ. അപ്പോൾ ആദ്യം നോക്കേണ്ടത് ആശുപത്രി ടൈപ്പുള്ളതാണെന്ന്. ഇനി നമുക്ക് വേറെ സംവിധാനം കൂടിയുണ്ട്. ടൈപ്പുള്ള ആശുപത്രിയാണെങ്കിൽ നമുക്ക് പ്രീ ഓതറൈസേഷൻ എടുക്കാം. അത് ഇതിന് മാത്രമല്ല കേട്ടോ, എല്ലാ ട്രീറ്റ്മെൻറ്റും നമുക്ക് പ്രീ ഓതറൈസേഷൻ എടുക്കാം. അപ്പോൾ നമ്മൾ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റിനായാലും നമുക്ക് പ്രീ ഓതറൈസേഷൻ എടുക്കാം. അതായത് ആ ഓപ്പറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തുവെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് 15 ദിവസത്തിന് ശേഷം ഡോക്ടർ ഡേറ്റ് വന്നു, ആ ഡേറ്റിനാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് തീരുമാനിച്ചത്. അങ്ങനെയെങ്കിൽ അവിടുത്തെ ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ നിങ്ങൾക്ക് ഈ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് അഡ്വാൻസ് ആയിട്ട് തന്നെ ഡോക്ടറെ ഒരു സമ്മറിങ് ഡയഗ്നോസിസ് റിപ്പോർട്ടും ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പറേഷൻ വരുന്ന ആ ദിവസം നിങ്ങൾക്ക് എല്ലാം അവിടുന്ന് ഓക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്, ക്യാഷ്ലെസ് ഓക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഡേ കെയർ നമുക്ക് ചെയ്യാം. നേരത്തെ കൂട്ടി ഫിക്സ് ചെയ്തൊരു ഓപ്പറേഷൻ ആണെങ്കിൽ നേരത്തെ കൂട്ടി തന്നെ പ്രീ ഓതറൈസേഷൻ എടുക്കാം. അങ്ങനെ നമ്മൾ ആശുപത്രിയിൽ നമ്മൾ അഡ്മിറ്റായി നമ്മൾ ചികിത്സ കഴിഞ്ഞ് നമുക്ക് പോരാം. ഇനി അഥവാ നിങ്ങളെ ഈ ഇൻഷുറൻസ് കമ്പനി ടൈപ്പില്ലാത്തൊരു ആശുപത്രിയാണെങ്കിൽ ആ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ചികിത്സ കഴിഞ്ഞ് നമ്മളവിടുന്ന് പോരുന്ന സമയത്ത് അതിൻ്റെ ഡിസ്ചാർജ് സമ്മറി, എല്ലാ ബില്ലുകളും അതിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും അതിൻ്റെ എല്ലാ പ്രിസ്ക്രിപ്ഷനും കൂടിയിട്ട് എല്ലാത്തിനും തന്നെ ഡോക്ടർ സൈൻ ചെയ്ത് ഹോസ്പിറ്റലിലെ റൗണ്ട് സീലും വെച്ച് അതോടൊരു ക്ലെയിം ഫോം ഡോക്ടറെ പൂരിപ്പിച്ച് അതിലും ആശുപത്രി സീലും ഡോക്ടറെ സിഗ്നേച്ചർ ഇട്ട് ഇതെല്ലാം കൂടി നിങ്ങൾ ആധാർ കാർഡിൻ്റെ കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പി, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, അതോടൊപ്പം ഒരു നിങ്ങളുടെ പോളിസിയുടെ കോപ്പിയും കൂടി ഒന്നുകിൽ നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കാം. അതിന് നിങ്ങൾക്ക് സർവീസ് ചെയ്യുന്നൊരു ഏജൻറ്റ് ഉണ്ടെങ്കിൽ ഏജൻറ്റിൽ കൊടുത്ത ഏജൻറ്റ് ഇതെല്ലാം ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് 15 ദിവസം മുതൽ 30 ദിവസം വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ ക്ലെയിം തരുന്നത്. ഏതെങ്കിലും കുറേ സംശയം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് വായിക്കാം. ഇതാണ് അതിൻ്റെ ക്ലെയിം നടപടികൾ. അത് പരമാവധി ഇൻഷുറൻസ് കമ്പനികൾ പറയുന്നത് ചികിത്സ കഴിഞ്ഞാൽ 14 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇൻഷുറൻസ് കമ്പനി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി നേരത്തെ ചികിത്സ കഴിഞ്ഞ്, കാരണം അത്രയും നേരത്തെ നിങ്ങൾക്ക് പൈസയും കിട്ടും. അപ്പോൾ ഇതാണ് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എൻ്റെ പേര് ആൻ്റണി തോമസ്, ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഞാൻ നിലവിൽ LIC ഏജൻറ്റാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ്റാണ്, ജനറൽ ഇൻഷുറൻസ് ഏജൻറ്റാണ്. LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ സ്റ്റാർ ഹെൽത്ത്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ്, നാഷണൽ ഇൻഷുറൻസ്, ഈ 3 കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നു. മോട്ടോർ ഇൻഷുറൻസ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൻ്റെ മോട്ടോർ ഇൻഷുറൻസ് ചെയ്യുന്നു. നിങ്ങൾക്കിത് സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ മൊബൈൽ നമ്പർ, വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ പേര്,
നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ സ്ഥലം വെച്ച് നിങ്ങളൊരു വോയിസ് ഇട്ടാൽ മതി. നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനായിട്ട് നിങ്ങൾക്ക് അതിൽ വോയിസ് ഇട്ടാൽ മതി. പോളിസി സംബന്ധിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംബന്ധിച്ച് ഇൻഷുറൻസ് സംബന്ധമായിട്ട് എന്ത് ആവശ്യത്തിന് നിങ്ങൾക്ക് വോയിസ് ഇടാം. അതോടെ ഒരു പുതിയ പോളിസി എടുക്കാനോ നിലവിലുള്ള പോളിസിയിൽ സംശയം ചോദിക്കാനോ നിങ്ങൾക്ക് എനിക്ക് വോയിസ് എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തുതരാം. അതോടൊപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞാൻ ഇതേപോലെയുള്ള നിരവധി വീഡിയോസ് ഈ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. വാഹന സംബന്ധമായി, LIC സംബന്ധമായി, ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധമായി വിവിധ വീഡിയോകൾ. ഒരു വാഹനത്തിന് ഒരു അപകടം സംഭവിച്ചാൽ എന്ത് ചെയ്യണം, ഇനി ഒരു വാഹനം ഒരാൾ ഇടിച്ചാൽ എന്ത് ചെയ്യണം, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഒരു ചികിത്സ വന്നാൽ അയാൾ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ, അങ്ങനെ പറയുന്ന നിരവധി വീഡിയോസ് നമുക്ക് എല്ലാം തന്നെ നിങ്ങൾ യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ചാനൽ ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ.